بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا. വൽആദിയാത്ത് ഓടുന്നവ കൊണ്ട് സത്യം, ലൊബഹ കിതച്ചുകൊണ്ട്. ഫൽ മൂരിയാത്തി ഖദ്ഹ, മൂരിയാത്ത് തീപ്പൊരി പറത്തുന്നവ, ഖദ്ഹ കൂട്ടിയുരച്ചുകൊണ്ട്. ഫൽ മുഗീറാത്തി സുബ്ഹ, മുഗീറാത്ത് അക്രമണം നടത്തുന്നവ, സുബ്ഹ പ്രഭാതത്തിൽ. ഫഅസർന ബിഹി നഖഅ, അസർന അവ ഇളക്കി വിട്ടു, നഖഅ പൊടി. ഫവസത്ന ബിഹി ജമഅ, അവ നടുവിലെത്തി, ജമ സമൂഹത്തിൻ്റെ. അപ്പം ഇതിൽ കുതിരയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇവിടെ അറേബ്യയിൽ ഒരുപാട് പരസ്പരം കലഹങ്ങളും ആക്രമണ മർദ്ദനങ്ങളും നടമാടിയിരുന്നു. ആർക്കും അവനവൻ്റെ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ തന്നെ ഈ അക്രമികൾ കുതിരയിൽ കുറേ പടയാളികൾ ഇങ്ങനെ ആക്രമണത്തിന് തയ്യാറായിട്ട് വരികയും പ്രഭാതമാകുമ്പോൾ ആക്രമണം അഴിച്ചു വിടുകയും ചെയ്തിരുന്നു, ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ കുതിര എന്ന് പറയുന്നത് ഉടമസ്ഥനോട് വളരെ സ്നേഹവും നന്ദിയുമുള്ള ഒരു മൃഗമാണ്. അപ്പോൾ ഈ കുതിരയെ ഉപയോഗിച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്തിരുന്നതും യുദ്ധങ്ങൾ നടത്തിയിരുന്നതും എല്ലാം. അപ്പോൾ അതേസമയം അള്ളാഹു ആണ് ഈ മനുഷ്യർക്ക് ഈ കഴിവുകളെല്ലാം നൽകിയത്. പക്ഷേ മനുഷ്യർ അള്ളാഹുവിനോട് നന്ദി കെട്ടവരാണ്. അവരവരുടെ എല്ലാ കഴിവുകളും ഇതേപോലത്തെ ആക്രമണങ്ങൾക്കും പിന്നെ അവരുടെ ധനം സമ്പാദിക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, അതിന് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യർ ലിറബ്ബിഹി അവൻ്റെ രക്ഷിതാവിനോട് ലകനൂദ് നന്ദി കെട്ടവനാകുന്നു. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. കാരണം നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും നമുക്ക് മനസ്സാക്ഷിക്ക് ഓരോ അക്രമങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. മനസ്സാക്ഷി ഇങ്ങനെ നമ്മളെ ഉള്ളിൽ നിന്ന് പറയും നീ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. ഒരുപാട് പാപങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് ആ മനസ്സാക്ഷി മരവിച്ച് പോകൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും നമ്മുടെ മനസ്സാക്ഷി തന്നെ സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ്. വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, നിശ്ചയം അവൻ ധനത്തോട് കഠിനമായ സ്നേഹമുള്ളവനാകുന്നു. അപ്പോൾ ഈ ധനവും സ്ഥാനമാനങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ഇതിനെല്ലാം ശ്രമിക്കുന്നത്. അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ, അവൻ അറിയുന്നില്ലേ ഖബറിലുള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെടുമ്പോൾ, എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ. വഹുസ്സില മാ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. കാരണം ഓരോരുത്തരുടെയും ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരും. തങ്ങൾ പ്രവർത്തിച്ചതും പറഞ്ഞതും ചെയ്യാൻ ഉദ്ദേശിച്ചതുമായ കാര്യങ്ങൾ ഓരോന്നും ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തിയ ആ റെക്കോർഡുകൾ അവിടെ ഹാജരാക്കപ്പെടും. ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അതിൽ തീർച്ചയായും അവരുടെ നാഥൻ അന്ന് അവരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന താക്കീതാണ് അവസാനത്തെ ആയത്ത്.